കാട്ടുതീയായും കാറ്റായും പ്രളയമായും അമേരിക്കയിലേക്ക് സംഹാര താണ്ഡവമാടിയ പ്രകൃതി ഇതാ മഞ്ഞിന്റെ രൂപത്തിലെത്തിയിരിക്കുന്നു. മഞ്ഞുവീഴ്ചയിൽ വിറച്ചിരിക്കുകയാണ് അമേരിക്ക. 21-ലധികം മരണം, 5000-ലധികം വിമാനങ്ങൾ റദ്ദാക്കി. ആളുകൾ ഇപ്പോഴും ഇരുട്ടിൽ കഴിയുന്നു. സമ്പത്ത് മാത്രം ലക്ഷ്യം വെച്ച് പ്രകൃതിയോട് പോലും ക്രൂരത കാട്ടിയ അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തിക്ക് മേൽ പ്രകൃതിയുടെ സംഹാര താണ്ഡവമാണ് നടക്കുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. അമേരിക്കൻ ഐക്യനാടുകളുടെ അഹങ്കാരത്തിനും ആധുനിക സാങ്കേതിക തികവിനും മേൽ പ്രകൃതി അതിന്റെ സംഹാര താണ്ഡവം ആടിക്കൊണ്ടിരിക്കുകയാണ്. ഫേൺ എന്ന ശൈത്യക്കാറ്റ് കേവലം ഒരു കാലാവസ്ഥാ വ്യതിയാനം മാത്രമല്ല, മറിച്ച് പ്രകൃതിയുടെ കടുത്ത താക്കീതാണ്. ലോകത്തെ നിയന്ത്രിക്കുന്ന വൻ ശക്തി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു രാജ്യം ഇന്ന് മഞ്ഞിന്റെ പുതപ്പിനടിയിൽ ശ്വാസം മുട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കോവിഡ് മഹാമാരിക്ക് ശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാനത്താവള പ്രതിസന്ധിയിലൂടെയാണ് അമേരിക്ക ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് ആ രാജ്യത്തിന്റെ തകർച്ചയുടെ ആഴം വ്യക്തമാക്കുന്ന കാര്യം തന്നെയാണ്. കഴിഞ്ഞ ശനിയാഴ്ച മുതൽ 20,000-ലധികം വിമാനങ്ങൾ റദ്ദാക്കപ്പെട്ടത് വെറും ഒരു സാങ്കേതിക തകരാറ് കൊണ്ടല്ല, മറിച്ച് പ്രകൃതി കോപത്തിന് മുന്നിൽ മനുഷ്യൻ കെട്ടിപ്പടുത്ത സാമ്രാജ്യങ്ങൾ എത്രത്തോളം ദുർബലമാണ് എന്നതിന്റെ തെളിവായിരുന്നു അത്. ന്യൂയോർക്കിലെ JFKയും ലൊഗാർഡിയയും മുതൽ ഡാളസും ബോസ്റ്റണും വരെയുള്ള ലോക പ്രശസ്തമായ വിമാനത്താവളങ്ങൾ ഇന്ന് നിശ്ചലമായിരിക്കുന്നു. അമേരിക്കൻ എയർലൈൻസ് പോലുള്ള വമ്പൻ കമ്പനികൾ ആയിരക്കണക്കിന് സർവീസുകൾ റദ്ദാക്കി നിസ്സഹായരായിട്ടാണ് നിൽക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ പോലും ഇത്തിഹാദും എമിറേറ്റ്സും സർവീസുകൾ നിർത്തിവെക്കേണ്ടി വന്നത് അമേരിക്കൻ ആകാശം സുരക്ഷിതമല്ല എന്ന സന്ദേശം നൽകുന്നുണ്ട്. ഈ കൊടും തണുപ്പും ഹിമപാതവും അമേരിക്കയുടെ അന്ത്യത്തിന്റെ സൂചനയാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രകൃതി വിഭവങ്ങളെ അമിതമായി ചൂഷണം ചെയ്ത് കെട്ടിപ്പടുത്ത ഈ സാമ്രാജ്യത്വം ഇപ്പോൾ പ്രകൃതിയുടെ തന്നെ തിരിച്ചടിയിൽ നീറിപ്പുകയുകയാണ്. വൻ നഗരങ്ങൾ മഞ്ഞുപാളികൾക്കിടയിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ അത് ആധുനിക നാഗരികതയുടെ അന്ത്യത്തെക്കുറിച്ചുള്ള ഭീതിതമായ ചിത്രമാണ് വരച്ചു കാണിക്കുന്നത്. മനുഷ്യൻ പ്രകൃതിക്ക് മേൽ നേടിയ വിജയങ്ങളെല്ലാം വെറും മിഥ്യയാണെന്നും പ്രകൃതി അതിന്റെ ഭാവം മാറ്റിയാൽ ഈ ലോകശക്തികൾക്ക് പോലും നിലനിൽപ്പില്ല എന്നും ഫേൺ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അമേരിക്കൻ മണ്ണിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ കേവലം യാദൃശികമായ കാലാവസ്ഥാ വ്യതിയാനങ്ങളല്ല, മറിച്ച് പ്രകൃതി ആ സാമ്രാജ്യത്വ ശക്തിക്ക് നൽകുന്ന കടുത്ത ശിക്ഷാ നടപടികളായി വേണം നമുക്ക് കാണാൻ. ലോകത്തിന്റെ വിവിധ കോണുകളിൽ അധിനിവേശങ്ങൾ നടത്തിയും വിഭവങ്ങൾ കൊള്ളയടിച്ചും കെട്ടിപ്പടുത്ത ഒരു അതീശത്തിന് മുന്നിൽ പ്രകൃതി അതിന്റെ കണക്ക് പുസ്തകം തുറക്കുകയാണ്. ഫേൺ എന്ന ശൈത്യക്കാറ്റ് ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന നാശനഷ്ടങ്ങൾ ഇതിനു മുൻപും അമേരിക്കയിൽ ആവർത്തിച്ചിട്ടുള്ളതാണ് എന്നതുകൂടി ഈ അവസരത്തിൽ പറയേണ്ടിയിരിക്കുന്നു. കത്രീനയും സാൻഡിയയും പോലുള്ള ചുഴലിക്കാറ്റുകളും കാലാകാലങ്ങളിൽ ആഞ്ഞടിക്കുന്ന കൊടും ശൈത്യവും ഈ വൻ ശക്തിയുടെ അടിത്തറ ഇളക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. സാമ്രാജ്യത്വത്തിന്റെ ഗർവ് കാണിക്കുന്ന ഒരു ജനതയ്ക്ക് പ്രകൃതി നൽകുന്ന തിരിച്ചടിയാണിത്. മറ്റ് രാജ്യങ്ങളുടെ സമാധാനം കെടുത്തുന്നവർക്ക് സ്വന്തം മണ്ണിൽ പ്രകൃതി സമാധാനം നിഷേധിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഓരോ മഞ്ഞുവീഴ്ചയിലും ഓരോ കൊടുങ്കാറ്റിലും അമേരിക്കക്കാർ തിരിച്ചറിയുക തന്നെ വേണം. ആധുനിക സാങ്കേതിക വിദ്യയുടെയും സൈനിക ശക്തിയുടെയും അകമ്പടി ഉണ്ടായിരുന്നിട്ടും ഒരു ശൈത്യക്കാറ്റിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന അമേരിക്കൻ ഭരണകൂടം മനുഷ്യനിർമ്മിതമായ അതിർവരമ്പുകൾക്കൊന്നും പ്രകൃതിയുടെ ക്രോധത്തെ തടയാനാവില്ലെന്ന് വീണ്ടും തെളിയിക്കുന്നുണ്ട്. ഓരോ തവണ ദുരന്തങ്ങൾ ആവർത്തിക്കുമ്പോഴും അത് അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയുടെ ആക്കം കൂട്ടുകയാണ് എന്നതാണ് ഇവിടെ പറയാനുള്ളത്. പ്രകൃതിയെ ചൂഷണം ചെയ്തും ലോകരാഷ്ട്രങ്ങളെ അടിച്ചമർത്തിയും മുന്നേറുന്നവർക്ക് കാലം കരുതി വെച്ച കാവ്യനീതിയാണ് ഇതൊക്കെ തന്നെ. ആകാശ സീമകൾ നിശ്ചലമാവുകയും വിമാനത്താവളങ്ങൾ ശവപ്പറമ്പുകൾക്ക് തുല്യമാവുകയും ചെയ്യുമ്പോൾ അതൊരു വൻ ശക്തിയുടെ അന്ത്യത്തിന്റെ വിളംബരമായിട്ട് മാറുകയാണ് ഇവിടെ. പ്രകൃതിയുടെ കോപത്തിൽ നീറുന്ന അമേരിക്കയ്ക്ക് ഇനി രക്ഷപ്പെടുക അസാധ്യമാണെന്ന ബോധ്യം ഈ ആവർത്തിക്കുന്ന ദുരന്തങ്ങൾ നൽകുന്നുമുണ്ട്. ഭൂമിയുടെ നിലനിൽപ്പിനായി ലോകരാഷ്ട്രങ്ങൾ കൈകോർത്ത ഉടമ്പടികളെയും പരിസ്ഥിതി നിയമങ്ങളെയും കാറ്റിൽ പറത്തി സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യമിട്ട് കുതിക്കുന്ന ഒരു സാമ്രാജ്യത്വ ശക്തിക്ക് പ്രകൃതി നൽകുന്ന അതിശക്തമായ തിരിച്ചടി തന്നെയാണ് അമേരിക്കയിൽ നിന്ന് ആഞ്ഞടിക്കുന്ന ഓരോ പ്രകൃതി ദുരന്തവും. ഫേൺ എന്ന ഹിമപാതം കേവലം ഒരു ശൈത്യക്കാറ്റല്ല, മറിച്ച് പ്രകൃതിയെ ചൂഷണം ചെയ്ത മതമത്തരായ ഒരു ജനതയ്ക്ക് നേരെയുള്ള പ്രകൃതിയുടെ സംഹാര താണ്ഡവമാണ്. ലോകത്തെ നിയന്ത്രിക്കുന്ന വൻ ശക്തി എന്ന് സ്വയം അഹങ്കരിക്കുന്ന അമേരിക്ക പ്രകൃതി അതിന്റെ ഭാവം മാറ്റുമ്പോൾ വെറും കടലാസ് കൊട്ടാരം പോലെ തകർന്നടിയുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. കോവിഡ് മഹാമാരിക്ക് ശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ വ്യോമയാന പ്രതിസന്ധിയിലൂടെ അമേരിക്ക കടന്നുപോകുന്നു. 20,000-ലധികം വിമാനങ്ങൾ റദ്ദാക്കപ്പെടുകയും പ്രധാന നഗരങ്ങളിലെ വിമാനത്താവളങ്ങൾ നിശ്ചലമാകുകയും ചെയ്തത് ഒരു രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിന്റെ പരാജയത്തെ മാത്രമല്ല, മറിച്ച് അവിടെ പ്രകൃതിക്ക് മുന്നിൽ ആ സാമ്രാജ്യം എത്രത്തോളം നിസ്സാരമാണ് എന്ന
വലിയ സത്യത്തെയാണ് നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നത്. ഈ ദുരന്തങ്ങളുടെ ഒക്കെ മൂലകാരണം തിരയുമ്പോൾ ചെന്നെത്തുന്നത് അമേരിക്കയുടെ സ്വാർത്ഥപരമായ നയങ്ങളിലേക്ക് തന്നെയാണ്. ആഗോളതാപത്തെ കുറയ്ക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയിൽ നിന്ന് ഡൊണാൾഡ് ട്രംപിനെ പോലുള്ള ഭരണാധികാരികൾ പിന്മാറിയത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിഡ്ഢിത്തവും ധിക്കാരവുമായിരുന്നു. ശാസ്ത്രീയ സത്യങ്ങളെയും പരിസ്ഥിതി മുന്നറിയിപ്പുകളെയും വെറും രാഷ്ട്രീയ നാടകങ്ങളായി തള്ളിക്കളഞ്ഞ അമേരിക്കൻ ഭരണകൂടം വ്യവസായശാലകളിൽ നിന്നുള്ള മലിനീകരണവും കാർബൺ ബഹിർഗമനവും വർദ്ധിപ്പിച്ച് ലാഭം കൊയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ പ്രകൃതിക്ക് നൽകാനുള്ളത് പലിശ സഹിതമുള്ള തിരിച്ചടിയാണെന്ന് ഫേൺ ഇതിനോടകം തെളിയിച്ചിരിക്കുന്നു. ന്യൂയോർക്കിലെ JFK, ലക്വാഡിയ, ഡാളസ് തുടങ്ങിയ ലോകോത്തര വിമാനത്താവളങ്ങൾ മഞ്ഞിൽ പുതഞ്ഞു കിടക്കുമ്പോൾ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആയിരക്കണക്കിന് യാത്രക്കാർ ആ രാജ്യത്തിന്റെ സാമ്പത്തിക മോഹങ്ങളുടെ ഇരകളായി മാറുകയാണ്. ലാഭക്കൊതിമൂത്ത് പ്രകൃതിയെ ചതിച്ചവർക്ക് ഇപ്പോൾ കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടമാണ് ഓരോ മണിക്കൂറിലും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയുടെ ആക്കം കൂട്ടുന്നതാണ് അടിക്കടി ഉണ്ടാകുന്ന ഈ പ്രകൃതിക്ഷോഭങ്ങൾ എന്ന് കൃത്യമായി പറയട്ടെ. ലോകമെമ്പാടും യുദ്ധങ്ങൾ അഴിച്ചുവിട്ടും അധിനിവേശങ്ങൾ നടത്തിയും മറ്റു രാജ്യങ്ങളുടെ വിഭവങ്ങൾ കൊള്ളയടിച്ചും കെട്ടിപ്പടുത്ത ഈ അഹങ്കാരത്തിന്റെ കോട്ടകൾക്ക് പ്രകൃതിക്ഷോഭങ്ങളെ പ്രതിരോധിക്കാൻ ഉള്ള ശക്തിയില്ല എന്ന യാഥാർത്ഥ്യം അമേരിക്ക തിരിച്ചറിയണം. മറ്റു രാജ്യങ്ങളിലെ സാധാരണക്കാരുടെ സമാധാനം കെടുത്തുന്ന ഒരു രാജ്യത്തിന് സ്വന്തം മണ്ണിൽ സമാധാനത്തോടെ ഇരിക്കാൻ പ്രകൃതി അനുവദിക്കില്ല എന്നത് ഒരു കാവ്യനീതിയാണ് കാലത്തിന്റെ. സാങ്കേതിക വിദ്യയിൽ ലോകം കീഴടക്കി എന്ന് പറയുന്നവർ ഒരു മഞ്ഞുവീഴ്ചയ്ക്ക് മുന്നിൽ അടിയറവ് പറയുന്ന കാഴ്ച പരിഹാസ്യമാണ്. വൈദ്യുതി ബന്ധം തകരാറിലായതും ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട ആധുനിക അമേരിക്കയുടെ അന്ത്യമടുത്തു എന്നതിന്റെ കൃത്യമായ സൂചന തന്നെയാണ് നൽകുന്നത്. സമ്പത്ത് മാത്രം മതി എന്ന പേരിൽ പരിസ്ഥിതിയെ പരിപാലിക്കാത്ത ഒരു രാഷ്ട്രം സ്വന്തം നാശത്തിലേക്കുള്ള കുഴി തോണ്ടുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. പാരീസ് ഉടമ്പടി പോലുള്ള രാജ്യാന്തര കരാറുകളെ പുച്ഛിച്ചു തള്ളുന്നതിലൂടെ അമേരിക്ക ലോകത്തോട് പറയുന്നത് തങ്ങൾക്ക് തങ്ങളുടെ പണം മാത്രമാണ് വലുത് എന്ന സത്യമാണ്. എന്നാൽ പ്രകൃതിയുടെ ക്രോധത്തിന് മുന്നിൽ ഡോളറുകൾക്ക് ഒരു വിലയുമില്ലെന്ന് ഈ ശൈത്യക്കാറ്റ് ഇത് അമേരിക്ക ഓർമ്മിപ്പിച്ചിരിക്കുന്നു. ജനങ്ങൾ കൊടും തണുപ്പിൽ വിറങ്ങലേൽക്കുമ്പോഴും ഭരണകൂട സാമ്പത്തിക കണക്കുകൾ നിരത്തുന്നത് ആ രാജ്യത്തിന്റെ മനുഷ്യത്വഹീനമായ നിലപാടിനെയാണ് വ്യക്തമാക്കുന്നത്. പ്രകൃതി കോപത്തിൽ നീങ്ങുന്ന അമേരിക്കൻ മണ്ണ് വരും തലമുറയ്ക്ക് നൽകുന്നത് വലിയൊരു പാഠമാണ്. പ്രകൃതിയെ മറന്നുള്ള ഒരു വികസനവും ശാശ്വതമല്ല. അമിതമായ പ്രകൃതി ചൂഷണവും സാമ്രാജ്യത്വ ഗർവും അമേരിക്കയെ ഒരു വലിയ തകർച്ചയുടെ വക്കിലെത്തിക്കും. ഈ ഹിമപാതം അതിന്റെ തുടക്കം മാത്രമാണ്. അമേരിക്കൻ ഐക്യനാടുകളുടെ അഹങ്കാരത്തിന് മേൽ പ്രകൃതി വർഷിക്കുന്ന ഈ കടുത്ത ശിക്ഷയിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നവരിൽ ഒരു വലിയ വിഭാഗം അവിടെയുള്ള പ്രവാസികളായ മലയാളികൾ തന്നെയാണ്. അത് നമ്മൾ കൃത്യമായിട്ട് സംസാരിക്കുകയും വേണം, അല്ലെ? സാമ്പത്തിക ഭദ്രതയും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും സ്വപ്നം കണ്ട് അമേരിക്കയിലേക്ക് കുടിയേറിയ 10,000-കണക്കിന് മലയാളി കുടുംബങ്ങൾ ഇന്ന് ഫേൺ എന്ന ശൈത്യക്കാറ്റിന്റെ കരാളഹസ്തത്തിലാണുള്ളത്. അമേരിക്കയുടെ സാമ്രാജ്യത്വ നയങ്ങളും പരിസ്ഥിതി വിരുദ്ധ നിലപാടുകളും വരുത്തിവെച്ച ഈ വിലാപത്തിന്റെ ഇരകളായി നമ്മുടെ സഹോദരങ്ങൾ മാറുന്നു എന്നത് അതീവ ദുഃഖകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. വിമാന സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കപ്പെട്ടത് കേരളത്തിൽ നിന്നും അമേരിക്കയിലേക്കും തിരിച്ച് യാത്ര നിശ്ചയിച്ചിരുന്ന 100 കണക്കിന് മലയാളികളെയാണ് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. നാട്ടിലെ അത്യാവശ്യ കാര്യങ്ങൾക്കായി പുറപ്പെടാനിരുന്നവരും അവധി കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിക്കാൻ പോയവരും വിമാനത്താവളങ്ങളിൽ ദിവസങ്ങളോളം കുടുങ്ങിക്കിടക്കുകയാണിപ്പോൾ. ഇതിനു പുറമെ അമേരിക്കയിലെ വിവിധ സ്റ്റേറ്റുകളിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടതോടെ കൊടും തണുപ്പിൽ ഹീറ്ററുകൾ പ്രവർത്തിക്കാനാവാതെ മലയാളി കുടുംബങ്ങൾ വീടുകൾക്കുള്ളിൽ ഭീതിയോടെ കഴിയുകയും ചെയ്യുന്നു. ഭക്ഷണ സാധനങ്ങൾക്കും അതുപോലെ മരുന്നുകൾക്ക് പോലും ദൗർലഭ്യം നേരിടുന്ന അവസ്ഥ പലയിടത്തും ഇപ്പോഴുണ്ട്. ഗതാഗത സംവിധാനങ്ങൾ പൂർണ്ണമായും തടസ്സപ്പെട്ടതോടെ ജോലിക്ക് പോകാൻ കഴിയാത്തതും പ്രവാസി മലയാളികളുടെ സാമ്പത്തിക ഭദ്രതയെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന വാർത്തകൾ വരുന്നുണ്ട്. അമേരിക്കൻ ഭരണകൂടം തങ്ങളുടെ സാമ്പത്തിക ലാഭത്തിനായി പരിസ്ഥിതിയെ ബലി കഴിച്ചപ്പോൾ അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുന്നത് സാധാരണക്കാരായ ജനങ്ങൾ തന്നെയാണ്. പാരീസ് ഉടമ്പടി പോലുള്ള സുപ്രധാന കരാറുകളിൽ നിന്ന് പിന്മാറിയ ട്രംപിന്റെയും മറ്റു നടപടികളൊക്കെ ഇന്ന് പ്രവാസികളുടെ ജീവിതം പോലും ദുസ്സഹമാക്കിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അവരൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ അവരും അനുഭവിക്കുകയാണ്. പ്രകൃതിയെ ചതിച്ചുകൊണ്ട് കെട്ടിപ്പടുത്ത ഒരു വ്യവസ്ഥിതിയിൽ തങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷയില്ല എന്ന തിരിച്ചറിവ് പല മലയാളി കുടുംബങ്ങളെയും ആകുലരാക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ലോകത്തിന്റെ അധിപന്മാരാണെന്ന ഗർവിൽ അമേരിക്ക കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾക്ക് വലിയ വില നൽകേണ്ടി വരുന്നത് അവിടെ പണിയെടുക്കുന്ന സാധാരണക്കാരാണ് എന്നതും എടുത്തു പറയട്ടെ. പക്ഷെ ഇതൊന്നും ഭരണകർത്താക്കളെ ബാധിക്കാറില്ല. അവരിങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും. എന്തായാലും ചെയ്തു കൂട്ടിയതിനുള്ള ശിക്ഷ തന്നെയാണ് അമേരിക്കയ്ക്ക് കിട്ടിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കണം.